നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. റിപ്പോർട്ടർ ടിവി തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത വെള്ളിക്കുളങ്ങര സ്വദേശിയെ പിടികൂടി. മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ണാൻ അതിർത്തി കടന്ന് പച്ചക്കറികൾ വ്യാപകമായി എത്തിത്തുടങ്ങി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കല്ലൂർ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. ഓണപ്പൂക്കളങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകുന്ന കിരീടം പൂവ് ഗതകാല സ്മരണയാകുന്നു. വാർത്തകൾ വിശദമായി. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ 5:30 പുറ്റേക്കരയിലായിരുന്നു അപകടം. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജീസസ് എന്ന ബസ്സാണ് മറിഞ്ഞത്. തൊട്ടു മുന്നിൽ പോയ കാർ പെട്ടെന്ന് വെട്ടിച്ചതോടെ ബസ്സിന് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഇതോടെ ബസ് മരത്തിലും കാറിലും ഇടിച്ച ശേഷം നടുറോഡിൽ കുറുകെ മറിഞ്ഞു. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ബസ് ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അപകടത്തെ തുടർന്ന് വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. റിപ്പോർട്ടർ ടിവി തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. മുദ്രാവാക്യം വിളിച്ച് ഓഫീസിലെത്തിയ പ്രവർത്തകർ ഓഫീസിൽ കരിയോയിലൊഴിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് വിൽവട്ടം, മണ്ഡലം പ്രസിഡന്റ് സൌരാഗ്, നിഖിൽ ദേവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. റിപ്പോർട്ടർ ചാനൽ അവതാരക പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. സംഭവത്തിൽ റിപ്പോർട്ടർ ടിവി പരാതി നൽകി. മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാരിനോട് റിപ്പോർട്ടർ ടിവി ആവശ്യപ്പെട്ടു. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത വെള്ളിക്കുളങ്ങര സ്വദേശിയെ പിടികൂടി. ടെലിഗ്രാം, വാട്സ്ആപ്പ് വഴി ഓൺലൈൻ ജോലി ചെയ്ത് ദിവസേന 1350 മുതൽ 4600 രൂപ വരെ വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ണൂരിൽ നിന്നും പിടികൂടി. കണ്ണൂർ ജില്ലയിൽ അവിനൻവിക വീട്ടിൽ അവിനാഷിനെയാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണോം എന്ന സ്ഥലത്തു നിന്നും തൃശൂർ റൂറൽ അന്വേഷണ സംഘം പിടികൂടിയത്. മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ണാൻ അതിർത്തി കടന്ന് പച്ചക്കറികൾ വ്യാപകമായി എത്തിത്തുടങ്ങി. വരും ദിവസങ്ങളിൽ പച്ചക്കറി വിപണി കൂടുതൽ സജീവമാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങിയതോടെ മലയാളികളുടെ തീന്മേശ സജീവമാക്കുന്ന പച്ചക്കറികൾ വ്യാപകമായി കേരളത്തിലേക്ക് എത്തിത്തുടങ്ങി. പച്ചക്കറികൾ കൂടുതലായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഊട്ടി, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, പൊള്ളാച്ചി, ഈറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൃശൂരിലേക്ക് കൂടുതലായി പച്ചക്കറികൾ എത്തുന്നത്. ഇത്തവണ ഓണം പ്രമാണിച്ച് ഇതുവരെയും പച്ചക്കറികൾക്ക് വലിയ വിലവർധന ഉണ്ടായിട്ടില്ല. ഇഞ്ചിക്ക് മാത്രമാണ് അല്പം വില കൂടി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ പച്ചക്കറികളുടെ വരവ് കൂടും. വിലയിലും വർധനം ഉണ്ടായേക്കാമെന്ന് ശക്തനിലെ ചെറുകിട വ്യാപാരികൾ പറയുന്നു. എന്തായാലും ഇത്തവണ മലയാളികൾക്ക് ഓണസദ്യയുണ്ണാൻ അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറികളോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും വലിയ വിലക്കയറ്റമില്ലാതെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കല്ലൂർ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. കല്ലൂർ പള്ളിക്കുന്ന് പുള്ളിശ്ശേരി വീട്ടിൽ ലിയോഷിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലിയോഷ് പുതുക്കാട് വധശ്രമ കേസിലും അടിപിടി കേസിലും പ്രതിയാണ്.
നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിലെത്തിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓണപ്പൂക്കളങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകുന്ന കിരീടം പൂവ് ഗതകാല സ്മരണയാകുന്നു. നഗരവൽക്കരണവും പുതുമ തേടലുമാണ് ഈ പൂവിനെ മലയാളി മുറ്റങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയത്. പരമ്പരാഗതമായി ഓണപ്പൂക്കളങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ഓണവുമായി അടുത്ത ബന്ധമുള്ളതുമാണ് കിരീടം പൂവ്. ശ്രീകൃഷ്ണന്റെ കിരീടത്തോട് സാദൃശ്യമുള്ളതിനാൽ കൃഷ്ണ കിരീടമെന്നും ചിലയിടങ്ങളിൽ ഹനുമാൻ കിരീടമെന്നും ഈ പൂവ് അറിയപ്പെടാറുണ്ട്. ഓണത്തപ്പൻ അലങ്കരിക്കാനും പൂക്കളമിടാനും കിരീടം പൂവ് ഉപയോഗിക്കും. തൃക്കാക്കരയപ്പന് മുകളിലാണ് കിരീടം പൂവിന്റെ സ്ഥാനം. പൂക്കളങ്ങൾക്ക് പ്രത്യേക രൂപഭംഗി നൽകുന്നതിനും അതിരുകളിൽ അതിർവരമ്പിനും അനുയോജ്യമാണ്. എന്നാൽ ഇന്ന് തുമ്പയും മുക്കുറ്റിയും പോലെ കൃഷ്ണ കിരീടവും ഓണപ്പൂക്കളങ്ങളിൽ കാണാനില്ലെന്ന് വീട്ടമ്മമാർ പറയുന്നു. അലങ്കാര സസ്യമായി വളർത്താറുണ്ടെങ്കിലും ഇന്നിവ പ്രധാനമായും കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ചുവപ്പ് കലർന്ന ഓറഞ്ച്, പിങ്ക് നിറങ്ങൾ പൂക്കളെ ആകർഷകമാക്കുന്നു. ആകൃതി കൊണ്ടും ഭംഗി കൊണ്ടും രാജാവായ ഇവൻ പൂക്കളങ്ങളിൽ നിന്ന് പടിക്ക് പുറത്തായി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവ് ഇതിനാക്കം കൂട്ടി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 65 രൂപ കൂടി ഗ്രാമിന് 9470 രൂപ, പവന് 75,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 18 യാത്രക്കാർക്ക് പരിക്കേറ്റു. റിപ്പോർട്ടർ TV തൃശൂർ ബ്യൂറോയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത വെള്ളിക്കുളങ്ങര സ്വദേശിയെ പിടികൂടി. മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ണാൻ അതിർത്തി കടന്ന് പച്ചക്കറികൾ വ്യാപകമായി എത്തിത്തുടങ്ങി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കല്ലൂർ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. ഓണപ്പൂക്കളങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകുന്ന കിരീടം പൂവ് ഗതകാല സ്മരണയാകുന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.